നമസ്കാരം. DB എസുസോണിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കിനെ കുറിച്ചാണ്. എമർജൻസ് ഓഫ് ഓപ്പോസിഷൻ പാർട്ടിയിൽ പ്രതിപക്ഷ കക്ഷികളുടെ ആവിർഭാവം എന്ന് പറയുന്ന ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CPI ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. CPIനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആഫ്റ്റർ ദി കോൺഗ്രസ്, ദ ഓൾഡസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. കോൺഗ്രസ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പഴയ ഒരു പാർട്ടിയും കൂടിയാണ് CPI. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയഗതിയുള്ള പാർട്ടി എന്നു മുതലാണ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത് എന്നത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. ഇൻസ്പയർഡ് ബൈ ദ ബോൾഷെവിക് റവല്യൂഷൻ ഇൻ റഷ്യ, certain communist group started its activities in India by began of 1920s. റഷ്യൻ വിപ്ലവം അഥവാ ബോൾഷെവിക് വിപ്ലവത്തിൽ നിന്നും സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് 1920-കളിൽ തന്നെ ധാരാളം കമ്മ്യൂണിസ്റ്റ് ആശയഗതിയുള്ള വിവിധ ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു, പ്രത്യേകിച്ച് തൊഴിലാളികൾക്കിടയിൽ. ലോകത്തെ സ്വാധീനിച്ച മഹത്തായിട്ടുള്ള ഒരു വിപ്ലവം കൂടിയായിരുന്നു റഷ്യൻ വിപ്ലവം, റഷ്യയിലെ ബോൾഷെവിക് വിപ്ലവം. അതിൻ്റെ സ്വാധീനം ലോകത്താകമാനം വലിയ പരിവർത്തനം ഉണ്ടാക്കിയിട്ടുണ്ട് ലോകത്ത്. അതിൻ്റെ സ്വാധീനം ഇന്ത്യയിലും ഉണ്ടായി. ആ സ്വാധീനം തന്നെയാണ് ഇന്ത്യയിൽ വിവിധ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ പ്രവർത്തനം ആരംഭിക്കാൻ ഇടയാക്കിയ സംഭവം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് വിവിധ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ ആകമാനം പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഇൻ 1925 ഡിഫറെന്റ് കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് കെയിം ടുഗദർ ആൻഡ് ഫോർമഡ് CPI. 1925 ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമുള്ള വിഭാഗങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിയുടെ പേരാണ് CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇൻ 1925, 1925. അങ്ങനെ ഇന്ത്യയിൽ ഒരു ഏകീകൃത രൂപത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുകയാണ് 1925, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് രീതി തന്നെയാണ്. ഇന്ത്യയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹാരം കാണണം, ഇവിടുത്തെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. അതിനൊക്കെ സോഷ്യലിസത്തിലൂടെ തന്നെ ആയിരിക്കണം ഇന്ത്യയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ഒരു ആശയഗതി തന്നെയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ വെച്ചു പുലർത്തിയിരുന്നത്. അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് വളരെ മോശമായ രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും CPIയെയൊക്കെ നോക്കിക്കണ്ടിരുന്നത്. ദേ tried to destroy the communist movement by arresting leaders and prohibiting parties. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അടിച്ചമർത്താനാണ് ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്. ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ അജണ്ടക്കും ചൂഷണ നടപടികൾക്കും എതിരായിട്ടുള്ള നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുമെന്ന ഉറപ്പ് അല്ലെങ്കിൽ ഒരു അപായ സൂചന ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ തങ്ങളുടെ സാമ്രാജ്യത്വ അജണ്ടകൾക്ക് തടസ്സമാകുമെന്ന് കണ്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇന്ത്യയിൽ നിരോധിച്ചുകൊണ്ടും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ, കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിനെ തളർത്താനാണ് അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാനാണ് തുടക്കം മുതൽ തന്നെ ബ്രിട്ടീഷുകാർ ശ്രമിച്ചത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. In 1913, 1930-കളിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി began to
കോപ്പറേറ്റ് വിത്ത് നാഷണൽ മൂവ്മെന്റ്. 1930-കളില് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ ആകമാനം നടന്ന ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്. ഇന്ത്യ രാജ്യത്തിന്റെ മുക്കിലും മൂക്കിലും എല്ലാ ഭാഗത്തും ഇന്ത്യയിൽ ആകമാനം ഉയർന്നു വന്ന വൈദേശിക വിരുദ്ധ പോരാട്ടം, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം, ആ പോരാട്ടത്തില് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാറി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തന്നെ നാച്ചർ ഓഫ് ഇന്ത്യൻ ഫ്രീഡം, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യമാണോ? സ്വാതന്ത്ര്യം കിട്ടുന്നതോടുകൂടിയിട്ട് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞോ? അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതോടുകൂടിയിട്ട് ഇന്ത്യയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞോ? പ്രശ്നങ്ങൾക്ക് പരിഹാരമായോ? കിട്ടിയതൊരു റിയൽ ഫ്രീഡമാണോ, യഥാർത്ഥ ഫ്രീഡമാണോ എന്നതിനെ കുറിച്ചുമൊക്കെ ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞോ? കർഷകന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞോ? തൊഴിലാളികളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹാരം കണ്ടോ? അങ്ങനെ നാച്ചർ ഓഫ് ഇന്ത്യൻ ഫ്രീഡം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഐഡിയോളജി, ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവാലുവേറ്റഡ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ 1947 വാസ് നോട്ട് ട്രൂ ഇൻഡിപെൻഡൻസ്. 1947 ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അധികാര കൈമാറ്റം എന്ന് പറയുന്നത് അത് യഥാർത്ഥമായിട്ടൊരു സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ അധികാരം മാത്രമാണ് കൈമാറിയിട്ടുള്ളത്. നമുക്ക് സാമ്പത്തികമായ സ്വാതന്ത്ര്യം വേണം, മറ്റു പലതരത്തിലുള്ള സ്വാതന്ത്ര്യം വേണം. ഇവിടെ പരിഹരിക്കപ്പെടേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ സ്വാതന്ത്ര്യം അർത്ഥവത്താകുകയുള്ളൂ എന്ന ഒരു കാഴ്ചപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിരുന്ന നയനിലപാടുകളിൽ ആദ്യ കാലഘട്ടത്തിൽ അവര് ഒരു ആർമഡ് മൂവ്മെന്റിന്, ഒരു വയലൻസ് മൂവ്മെന്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാട് ഉയർത്തുകയുണ്ടായി. ആദ്യ കാലഘട്ടത്തിൽ ഒരു സായുധ വിപ്ലവം, അവരുടെ സമര രീതികളിലെല്ലാം തന്നെ ഒരു വയലൻസ് റവല്യൂഷൻ, ഒരു സായുധ വിപ്ലവത്തിന്റെ കാഴ്ചപ്പാട് ഉയർന്നു വന്നു. പ്രത്യേകിച്ച് 1948 കൽക്കട്ട സമ്മേളനത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സായുധ സമരത്തിനാണ് ആഹ്വാനം നൽകിയത്. ഇവിടുത്തെ ഇന്ത്യയിലുണ്ടായിരുന്ന അടിസ്ഥാന വർഗത്തിന്റെ വിമോചനത്തിന്, സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക്, അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അവർ സ്വീകരിച്ചൊരു മാർഗം എന്ന് പറയുന്നത്, സമര രീതി എന്ന് പറയുന്നത് ഒരു വയലൻസ് റവല്യൂഷനാണ്, സായുധ വിപ്ലവമാണ്. അതുകൊണ്ട് പാർട്ടി എൻകറേജ്ഡ് ദ വയലൻസ് റവല്യൂഷൻ, ഒരു സായുധ വിപ്ലവത്തെ പ്രോത്സാഹിപ്പിച്ചു. കൽക്കട്ട സമ്മേളനം അതിന് ആഹ്വാനം നൽകുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പാർട്ടി എൻകറേജ് ദ വയലൻസ് റവല്യൂഷൻ ഇൻ തെലങ്കാന. തെലങ്കാനയിൽ നടന്നിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള കർഷക സമരത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകി. ആ സമരം, അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു വയലൻസ് റവല്യൂഷൻ ആയിരുന്നു, സായുധ വിപ്ലവമായിരുന്നു. കർഷകരൊന്നടങ്കം ആയുധമെടുത്തുകൊണ്ട് തന്നെ പോരാടുക എന്ന രീതിയിലേക്ക് മാറി. പക്ഷെ ഈ സായുധ വിപ്ലവത്തിനൊരു പ്രശ്നം ഉണ്ടായി. ഇതിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. സായുധ വിപ്ലവം നടത്തിയെങ്കിലും ബട്ട് ഇറ്റ് കുഡ് നോട്ട് വിൻ പോപ്പുലർ സപ്പോർട്ട്. ഇതിനൊരു ജനകീയ പിന്തുണ കിട്ടിയില്ല. കർഷകരെ ഒന്നടങ്കം സായുധ വിപ്ലവത്തിലൂടെ സംഘടിപ്പിച്ചു എങ്കിലും, സമരം ഒരു വയലൻസ് റവല്യൂഷനായിട്ട് സ്പ്രെഡ് ചെയ്തുവെങ്കിലും അതിന് വലിയൊരു ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും അല്ലെങ്കിൽ വലിയ തോതിലുള്ള സപ്പോർട്ട് കിട്ടിയില്ല. അത് മാത്രമല്ല, ദിസ് മൂവ്മെന്റ് സപ്രസ്ഡ് ബൈ ദ മിലിറ്ററി. നമ്മുടെ സൈന്യം വന്നിട്ട് സൈനിക ഇടപെടലിലൂടെ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യം ഈ സമരത്തെയൊക്കെ, തെലങ്കാന മൂവ്മെന്റിനെയൊക്കെ, തെലങ്കാന സമരത്തെയൊക്കെ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. ഇങ്ങനെ വന്നപ്പോൾ സമരരീതികളിൽ ഒരു മാറ്റം വരുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു. സായുധ വിപ്ലവം, ആയുധം ഉപയോഗിച്ചുള്ള സമരങ്ങൾ ഈ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു സാധ്യമല്ല, അതിനൊരു മാറ്റം വരുത്തണമെന്ന തീരുമാനങ്ങൾ ഉണ്ടായി. അതിന്റെ ഫലമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി റീതിങ്ക് ദയർ പൊസിഷൻ,
അവരെ മുൻ നിലപാടിൽ നിന്നും മാറ്റം വരുത്തുകയാണ്. മുൻ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തണമെന്ന ചിന്ത ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവോയ്ഡ് ദ ആർമഡ് റവല്യൂഷൻ അല്ലെങ്കിൽ വയലൻസ് റവല്യൂഷൻ, ഈ സായുധ വിപ്ലവം എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ആയുധം ഉപയോഗിച്ചുള്ള സമര രീതികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൽ നിന്നൊക്കെ തന്നെ പിന്തിരിയുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമര രീതികൾക്കകത്തും ഒക്കെ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡിസൈഡ് ടു കണ്ടസ്റ്റ് ഇൻ ഇലക്ഷൻ. സായുധ വിപ്ലവമല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പാർലമെന്ററി രംഗത്തിലൂടെ സോഷ്യലിസ്റ്റ് ആശയങ്ങളും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന രീതിയിലേക്ക് മാറി. അതിന്റെ ഫലമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഡോപ്റ്റഡ് ദ ന്യൂ സ്ട്രാറ്റജി ഓഫ് അറ്റൈനിങ് സോഷ്യലിസം ത്രൂ പാർലമെന്ററി മീൻസ്. ഇനി ഇന്ത്യയിൽ സോഷ്യലിസം നടപ്പിലാക്കണമെങ്കിൽ, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ അത് പാർലമെന്ററി മാർഗത്തിലൂടെ ആയിരിക്കണം. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് അതിലൂടെ കിട്ടുന്ന അധികാരത്തെ, സാഹചര്യങ്ങളെ, പാർലമെന്ററി രംഗത്ത് കിട്ടുന്ന അവസരങ്ങളെ സോഷ്യലിസം നടപ്പിലാക്കാനും ഇവിടുത്തെ സാധാരണക്കാരുടെ ഇന്ത്യയിൽ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പാർലമെന്ററി രംഗത്തുള്ള സാന്നിധ്യം ഉപയോഗപ്പെടുത്തുക എന്ന ഒരു പുതിയ തന്ത്രം, നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിച്ചു. ആദ്യത്തെ ഇന്ത്യയിലെ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഓഫ് 1952, 1952 ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിച്ചു. അതിന്റെ ഫലമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുഡ് വിൻ 16 സീറ്റ് ഇൻ ലോകസഭയിലേക്ക് 16 സീറ്റുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ CPIക്ക് വിജയിക്കാൻ സാധിച്ചു. ഇത് സെക്കൻഡ് പൊസിഷനായി 2ാം സ്ഥാനം ഉണ്ടായിരുന്നു. കോൺഗ്രസ് കഴിഞ്ഞാൽ 2ാം സ്ഥാനം CPIക്കായിരുന്നു, 16 സീറ്റ്. അതുകൊണ്ട് തന്നെ ഒരു മേജർ ഓപ്പോസിഷൻ പാർട്ടി എന്ന നിലയിലേക്ക് CPI അന്ന് ഉയർന്നു വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൂടുതൽ സപ്പോർട്ടുള്ള ഇടങ്ങൾ എന്ന് നമ്മൾ പഠിച്ചേക്കണം. ആന്ധ്രാപ്രദേശിൽ, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ, ബീഹാർ, കേരള തുടങ്ങിയ സ്റ്റേറ്റിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൂടുതൽ ജനപിന്തുണയുള്ള സംസ്ഥാനങ്ങളും പ്രദേശങ്ങളുമാണെന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് CPIയുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദ പ്രോമിനന്റ് ലീഡേഴ്സ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേർ, ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ലീഡേഴ്സ് CPIയുടെ എന്ന് പഠിക്കണം. ലീഡേഴ്സിന്റെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് വരും. അപ്പൊ നമുക്ക് ഓരോ പാർട്ടിനെ പഠിപ്പിക്കുമ്പോഴും ഇപ്പൊ അതിന്റെ ലീഡേഴ്സിന്റെ പേര് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത സോഷ്യലിസ്റ്റ് പാർട്ടി ലീഡേഴ്സ് പഠിക്കണം, ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡേഴ്സിനെ കൂടി പഠിക്കണം. അപ്പൊ നമ്മൾ പ്രോമിനന്റ് ലീഡേഴ്സ് ഓഫ് CPI. പ്രധാനപ്പെട്ട ലീഡറാണ് AK ഗോപാൽ എന്ന് പറയുന്ന കേരളത്തിൽ നിന്നുള്ള നേതാവാണ്. SA ഡാംഗെ, EMS നമ്പൂതിരിപ്പാട് ഫ്രം കേരളത്തിൽ നിന്നുള്ള പ്രമുഖ നേതാവാണ്. ദ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, അദ്ദേഹമായിരുന്നു കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പഠിക്കണം നമ്മൾ. PC ജോഷി, അജയ് ഘോഷ്, P സുന്ദരയ്യ തുടങ്ങിയവരെയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു CPIയുടെ. ഇനി CPIക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു സ്പ്ലിറ്റ്, ഒരു പിളർപ്പുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. ദ പാർട്ടി വെന്റ് ത്രൂ മേജർ സ്പ്ലിറ്റ് ഇൻ 1964. 1964 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു സ്പ്ലിറ്റ് ഉണ്ടായി, ഒരു പിളർപ്പുണ്ടായി. അത് ഇന്ത്യയിലുണ്ടായ ഒരു സംഭവമല്ല, ആഗോളതലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കിടയിൽ ഒരു പിളർപ്പുണ്ടായത്. എന്താണ്? ഇറ്റ് വാസ് കോസ്ഡ് ബൈ ദ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സോവിയറ്റ് യൂണിയൻ ആൻഡ് ചൈന. ആഗോളതലത്തിൽ സോവിയറ്റ് യൂണിയനും ചൈനയും തമ്മിലുണ്ടായ ആശയപരമായിട്ടുള്ള തർക്കത്തിന്റെ പേരിൽ, ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒരു പിളർപ്പുണ്ടായി. ആ പിളർപ്പിന്റെ ഫലമായിട്ട് 1964 CPI 2ആയിട്ട് പിളർന്നു.
അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു പാർട്ടി, ആ പിളർപ്പിന്റെ ഫലമായിട്ടുണ്ടായ പാർട്ടിയാണ് CPIM. CPI രണ്ടായിട്ട് പിളർന്നു, പിന്നുണ്ടായ പാർട്ടിയാണ്, അതിൽ നിന്ന് പിളർന്ന് സ്പ്ലിറ്റ് ചെയ്തുണ്ടായ ഒരു പാർട്ടിയാണ് CPIM. അതിന്റെ ഫുൾ ഫോം ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. CPI എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഇതിന്റെയൊക്കെ എക്സ്പാൻസ്ഡ് ഫോം കൂടി നമ്മൾ പഠിച്ച് വെക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം. എന്താണ് CPI, അതിന്റെ ഐഡിയോളജി എന്താണ്, CPI പിളർന്നുണ്ടായിട്ടുള്ള പാർട്ടി ഏതാണ്, ഇതിനെ കുറിച്ചൊക്കെ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് മറ്റു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസിനെ കൂടി പഠിക്കാണ്ട് അടുത്ത ക്ലാസ്സിൽ അത്തരം പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.